തിരുവനന്തപുരത്ത് ഒരു ടോറസ് ലോറി ഒരു അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്ത് നിയന്ത്രണം വിട്ട ടോറസ് ലോറി ഒരു ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിന് പിന്നാലെ ഉഗ്ര ശബ്ദത്തോടെ തീപിടുത്തമുണ്ടായി. അപകടത്തിൽ ഹോട്ടലും ലോറിയുടെ ഡ്രൈവർ ക്യാബിനും കത്തി നശിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഒരു വലിയ ഗോളമായി മാറി. ഗോപാൽ ശിലാസ് അനലുണ്ട്. ഗോപാൽ, ഗുഡ് മോർണിംഗ് ഗോപാൽ. ഇതെപ്പോഴായിരുന്നു സംഭവം? ആർക്കും പരിക്കില്ലല്ലോ അല്ലേ? ആശ്വാസം എന്ന് പറയുന്നത് ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഡോക്ടർ അരുൺ. അതിൽ കൃത്യമായി സമയബന്ധിതമായി തന്നെ ആ ഡ്രൈവറും അതിനോടൊപ്പം തന്നെ ഹോട്ടലിലുണ്ടായിരുന്ന ജീവനക്കാരും പ്രവർത്തിച്ചത് കൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്നതാണ് പോലീസും ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ദേശീയപാതയിലെ ആറ്റിങ്ങൽ മൂന്നുമുക്കിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് ആദ്യം ഡിവൈഡറിൽ ഇടിക്കുകയും പിന്നീട് റോഡ് സൈഡിലുണ്ടായിരുന്ന സുന്ദരൻ തട്ടുകട എന്ന ഹോട്ടലിലേക്ക് പാഞ്ഞു കയറുകയുമായിരുന്നു. ഈ ഹോട്ടലിലേക്ക് ലോറി ഇടിച്ച ഉടൻ തന്നെ ഉഗ്ര ശബ്ദത്തോടു കൂടി വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീപിടുത്തം ആദ്യം ഡ്രൈവർ ക്യാബിലാണ് ഉണ്ടാകുന്നത്. പിന്നീട് അവിടെ നിന്നത് ഹോട്ടലിലേക്ക് വ്യാപിച്ചു. ആ ഹോട്ടലും ക്യാബിനും പൂർണ്ണമായി കത്തി നശിച്ചു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഏകദേശം 2 മണിക്കൂറോളം നീണ്ട കഠിന പ്രയത്നത്തിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ആ പ്രദേശത്തെ വൈദ്യുതി ബന്ധം ഇപ്പോഴും തടസ്സപ്പെട്ട നിലയിലാണ്. ഇങ്ങനെയൊക്കെ അപകടമുണ്ടായി, വലിയ നാശനഷ്ടമുണ്ടായി എന്ന് പറയുമ്പോഴും ആളപായം ഉണ്ടായില്ല, ജീവഹാനി ഉണ്ടായില്ല, ആർക്കും പരിക്കുണ്ടായില്ല എന്നതാണ് ഏറെ എടുത്തു പറയേണ്ട, ഏറെ ആശ്വാസകരമായ കാര്യം ഡോക്ടർ അരുൺ. ഓക്കെ, നിയന്ത്രണം വിട്ട ടോറസ് ലോറിയാണ് ഹോട്ടലിലേക്ക് ഇടിച്ചു കയറിയത്. അവിടെ ആർക്കും കാര്യമായ അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ്.